ഈ വീഡിയോയിൽ കാണുന്ന നിറചെന ഹെവി സൈസിലുള്ള ഗിർ HF ക്രോസ് പശു വിൽപ്പനയ്ക്കുണ്ട്. സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാറ് KK ഡയറി ഫാമാണ്. കഴിഞ്ഞ പ്രസവത്തിൽ തന്നെ ഏകദേശം 22 ലിറ്ററോളം പാല് കറന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 20 ലിറ്റർ കുറയാതെ പാല് കറന്നിട്ടുണ്ട്. നല്ല മടിവാക്കും ബ്രീഡും കാര്യങ്ങളൊക്കെ അതിനുണ്ട്. ഈ പ്രസവത്തിന് നമ്മളൊരു 20 to 22 ലിറ്റർ പാല് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഗിറിൽ HF ക്രോസ് ആയ പശു, അപ്പം എന്തായാലും പാല് കിട്ടുന്ന പാലിന് ക്വാളിറ്റി ഉണ്ടാവും. ഒരു 20 മുതൽ 22 ലിറ്റർ പാല് കണക്കൂട്ടാന്നുള്ള പശു നല്ല ഹെവി സൈസാണ്. ഇതൊക്കെ ആണെങ്കിലും ആ ഗിയർ HF ക്രോസ് ആയിട്ടുണ്ട്. ഗിയറിൻ്റെ ഒരു തരി, നോർമലി ഗിയർ പശു എന്ന് പറയുമ്പോൾ കൈയും കാലൊക്കെ എടുക്കുന്നതാണ്. നാവക ഒരു പ്രശ്നവുമില്ല. ഒരു കൊച്ചു കുട്ടിയായിരുന്ന പോലെ അകിട്ടിൽ കൈ കൊണ്ട് വയ്ക്കുക. പശു അനങ്ങത്തൊരുമില്ല. അത്രയും നല്ല ശാന്ത സ്വഭാവം, നല്ല സൈസ്, നല്ല തീറ്റയും കുടിയും. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഗിയർ ക്രോസൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ഈ രോഗങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. രോഗപ്രതിരോധ ശക്തി കൂടുതലായിരിക്കും. നല്ല അകിടാണ്. അകിടിനി ഇറങ്ങാനുണ്ട്. മെയിനായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇനി പശു പ്രസവിക്കാനായിട്ട് ഏകദേശം 15 ദിവസം ഡേറ്റ് ഉണ്ട്. 15 ദിവസത്തെ ഡേറ്റ് ഉണ്ട്. അകിട് ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ. 15 ദിവസം കൊണ്ട് ഇനി അകിട് ഏകദേശം നല്ല രീതിയിൽ ഫുള്ളാവാനുണ്ട്. പശു നല്ല ഹെവി സൈസാണ്. നല്ല ബ്രീഡാണ് HF-ഉം ഗിറുമായിട്ടുള്ള ക്രോസ്. തീറ്റയ്ക്കും കുടിക്കുന്ന ഒരു മടിയില്ല. നല്ല തീറ്റയും കൂടിയാണ്. അത്യാവശ്യം നല്ല ഉറച്ച ഹെവി സൈസിലുള്ള പശുവാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ഒരു 20 ലിറ്ററിൻ്റെ മുകളിൽ പാല് കണക്ക് കൂട്ടുന്ന മേടിക്കാൻ നിൽക്കുന്നവർക്ക് പറ്റിയ പശുവാണ്. HF അല്ല, HF ഗിയർ ക്രോസാണ്. നമ്മുടെ HF-ൻ്റെ അത്രയും ഒരു കെയറിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഗിയർ ക്രോസ് ആകുമ്പോൾ നാടൻ ഗിയർ വരുന്നതാണ്. പശു നല്ല ഉറച്ച പശുവാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാറ് KK ഡയറി ഫാമാണ്. ഏകദേശം ഇനി 15 ദിവസം കൊണ്ട് പശു പ്രസവിക്കാനായിട്ട് അകിടിറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക.